രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റിർ ഫ്രൈ ആണ് കേട്ടോ. ബ്രോക്കോളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബ്രോക്കോളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്, പിന്നെ കുരുമുളകും അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഓയിലും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ബ്രോക്കോളി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഓരോ പൂവ് ഒന്ന് വേണമെങ്കിൽ ഒരു 2 കഷ്ണമൊക്കെ ആക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ സവാള, ക്യാപ്സിക്കം ഇത് ഒരു ചതുരത്തിൽ ചെറിയ ചതുരമായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ബ്രോക്കോളി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം, സവാള എല്ലാം ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇടാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, അതുപോലെ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ഇത് ഏതാണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം, ബ്രോക്കോളിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് അത്രേ എടുക്കുന്നുള്ളൂ കുക്കിംഗ് ടൈം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി എന്ന് പറയുമ്പം. അപ്പോൾ എന്താ, ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം കുക്കായി കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.